ഡൽഹി ജന്തർ മന്ദറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ RSS അനുഭാവി TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്ത് സൈബർ പോലീസ്. തിരുവനന്തപുരത്തുള്ള സൈബർ സെൽ സംഘം മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തിയാണ് കസ്റ്റഡിയിലെടുത്തത്. നാളെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി അനുരഞ്ജന ചേരുന്നു. അനുരഞ്ജന, അങ്ങനെ ഇപ്പോൾ TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത്? വിശദാംശങ്ങൾ എങ്ങനെയാണ്? അരുണിമ, അങ്ങനെ കേസെടുത്ത് 11 ദിവസത്തിന് ശേഷമാണ് TG മോഹൻദാസിനെ കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരം സൈബർ പോലീസ് ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് TG മോഹൻദാസിന്റെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലുള്ള വീട്ടിലെത്തി പരിശോധന നടത്തുകയും ശേഷം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. കസ്റ്റഡിയിലെടുത്തതിന് ശേഷം നാളെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ പ്രതിഷേധത്തിന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ളൊരു കേസിലേക്ക് TG മോഹൻദാസ് എത്തിപ്പെടുന്നത്. ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പരാതികളൊക്കെ തന്നെ വരികയും അതിനുശേഷം പരാതികൾ വന്ന് 3 ദിവസത്തിന് ശേഷമാണ് കേസെടുക്കുന്നത്. അതിനുശേഷം കേസെടുത്ത് ഇന്ന് 11 ദിവസത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ളൊരു നടപടിയിലൊക്കെ തന്നെ പോലീസ് എത്തിയത്. എറണാകുളം മട്ടാഞ്ചേരിയിലുള്ള വീട്ടിൽ വൈകുന്നേരം പരിശോധനയ്ക്ക് എത്തിയതിന് ശേഷമാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം പോലീസാണ് നടപടികൾ നടത്തിയത്. വിവാദപരമായ പരാമർശമായിരുന്നു TG മോഹൻദാസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ജൂലൈ 29 ഇത്തരത്തിലൊരു കലാപ ആഹ്വാനം ഇദ്ദേഹം നടത്തുകയും അതിനെതിരെ പോലീസ് കേസെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്ക് എതിരെ അശ്ലീലവും അധിക്ഷേപവും നിറഞ്ഞ രീതിയിലുള്ള പരാമർശമായിരുന്നു ഈ TG മോഹൻദാസ് നടത്തിയിരുന്നത്. ലഹള ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ യൂട്യൂബ് ചാനൽ വഴി വീഡിയോകൾ പ്രചരിപ്പിച്ചു എന്നതാണ് FIR-ൽ കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ അടുത്ത് അർജുൻ ആയങ്കിക്കെതിരെ പോലീസ് നടപടികളിലൊക്കെ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലും TG മോഹൻദാസിനെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല, എന്തുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് നീങ്ങുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്നിരുന്നു. അതിനുശേഷമാണ് ഇത്രയും പെട്ടെന്ന് തന്നെ TG മോഹൻദാസിനെതിരെയും പോലീസ് നീക്കം വളരെ പെട്ടെന്ന് തന്നെ നടത്തിയത്. ഈ പത്രിക എന്നൊരു യൂട്യൂബ് ചാനൽ വഴിയായിരുന്നു ഈ മോഹൻദാസിൻ്റെ വിവാദപരമായ പരാമർശങ്ങൾ ഉണ്ടായിരുന്നത്. പ്രതിഷേധക്കാരെ നേരിടാൻ തനിക്ക് ഒരു അവസരം ലഭിക്കുകയാണെങ്കിൽ ജന്തർ മന്ദറിൽ താൻ കർഫ്യൂ പ്രഖ്യാപിക്കുമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കുമായിരുന്നു എന്ന് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളാണ് TG മോഹൻദാസ് ഉന്നയിച്ചിരുന്നത്. ജന്തർ മന്ദറിൽ 4 കിലോമീറ്റർ ചുറ്റളവിൽ കർഫ്യൂ പ്രഖ്യാപിക്കും, ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും, പിന്നെ വെടിവെക്കും, ആളുകൾ ചിതറിയോടും, കുറേ പേർ മരിക്കും, കുറേ പേർക്ക് അംഗഭംഗം സംഭവിക്കും, ഏകദേശം 4 മണിക്കൂർ കൊണ്ട് താൻ രംഗം ശാന്തമാക്കുമെന്നും ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കുമെന്നും തുടങ്ങിയ അങ്ങേയറ്റം ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു TG മോഹൻദാസ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, പെൺകുട്ടികളെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ തന്നെ വളരെ അശ്ലീലമായ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ TG മോഹൻദാസ് നടത്തിയിരുന്നു. ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പരാതികളും ഒക്കെ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം പരാതി നൽകിയത് AYFI സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോനാണ്. ഇതിന് ശേഷമാണ് മറ്റ് സംഘടനകളും വ്യക്തികളും ഒക്കെ തന്നെ പരാതിയുമായി എത്തിയത്. DYFI അടക്കമുള്ള സംഘടനകൾ പിന്നീട് TG മോഹൻദാസിൻ്റെ വീട്ടിലേക്കൊക്കെ തന്നെ പ്രതിഷേധ മാർച്ചുമൊക്കെ തന്നെ നടത്തിയിരുന്നു. അതിന് ശേഷമൊക്കെയാണ് കേസൊക്കെ ആയിട്ട് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് നടപടികളൊന്നും തന്നെ നടന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ നിലവിൽ അർജുൻ അയങ്കിക്കെതിരായിട്ടുള്ള പോലീസ് നടപടികളൊക്കെ തന്നെ നടക്കുന്നതിനിടയിൽ ഈ TG മോഹൻദാസിനെതിരെ എന്തുകൊണ്ട് നടപടികളൊന്നും ഉണ്ടാവുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ തന്നെ വലിയ രീതിയിൽ പോലീസിനെതിരെ ആരോപണങ്ങളും ആക്ഷേപമൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പോലീസ് നീങ്ങിയത്. ഇന്ന് വൈകുന്നേരം പെട്ടെന്നായിരുന്നു TG മോഹൻദാസിൻ്റെ മട്ടാഞ്ചേരിയിലെ വീട്ടിലേക്ക് പോലീസ് പരിശോധനയ്ക്കായി എത്തുകയും ഏറെ നേരത്തെ പരിശോധനയ്ക്ക് ശേഷമാണ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി തിരുവനന്തപുരത്തേക്കാണ് TG മോഹൻദാസിനെ കൊണ്ടുപോകാൻ. തിരുവനന്തപുരം സൈബർ പോലീസിൻ്റെ നേതൃത്വത്തിലായിരുന്നു നടപടി ഉണ്ടായിരുന്നത്. ഇനി വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം എന്തൊക്കെയാണ് തുടർ നടപടികൾ എന്നുള്ളതൊക്കെ നാളെയൊക്കെ ആയിട്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും. അരുണിമ, ശരി, വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് അനുരഞ്ജന കൃഷ്ണയാണ്.